കഴിഞ്ഞ 1000-ലേറെ ദിവസങ്ങളായി യുദ്ധം തുടരുകയാണ് റഷ്യയും യുക്രൈനും. 2022 ഫെബ്രുവരി 24-ന് ആരംഭിച്ച യുദ്ധം ലോക സമാധാനത്തിനെ ചോദ്യചിഹ്നമാക്കി മനുഷ്യത്വത്തിന്റെ തോലുരിഞ്ഞ് മുന്നോട്ട് തന്നെ പോകുകയാണ്. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുക്രൈന് നേരെ യുദ്ധം ആരംഭിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത്. യുദ്ധം ആരംഭിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ യുക്രൈനെ തോൽപ്പിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നുമാണ്. എന്നാൽ പുടിൻ വിചാരിച്ച പോലെ അത്ര നിസ്സാരമായിരുന്നില്ല യുക്രൈൻ എന്ന രാജ്യം. പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെ അന്ന് യുദ്ധഭൂമിയിലിറങ്ങി തന്റെ രാജ്യത്തിനും ജനതയ്ക്കും വേണ്ടി യുദ്ധം ചെയ്തത് ലോകം നെഞ്ചിടിപ്പോടെയാണ് നോക്കിക്കണ്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമാണ് യൂറോപ്പ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇപ്പോൾ അമേരിക്കൻ ചേരിയെ ഞെട്ടിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ചുവടുവെച്ചിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ആലോചനയാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത്. റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ ഉണ്ടായാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്തു കൂടി ഒരു ഈച്ച പോലും പറക്കില്ല എന്നത് ഉറപ്പാണ്. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ പോർ വിമാനങ്ങൾക്ക് ഇറാന്റെ 7 അയൽവക്കത്തെത്താൻ സാധിക്കില്ല എന്നതും ഉറപ്പാണ്. പ്രധാന ടാർഗറ്റ് അമേരിക്കയാണെന്നതുപോലെയുള്ളതാണ് റഷ്യയുടെ നീക്കങ്ങൾ. ഇത് തെളിയിക്കുന്നതാണ് ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നതായ റിപ്പോർട്ടുകൾ. ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ റിപ്പോർട്ടുകളെ റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് തള്ളിക്കളയുന്നില്ല എന്നതാണ്. മാത്രമല്ല, ലോകത്തെ ഏതു പ്രദേശത്തും അമേരിക്കൻ ചേരിക്ക് എതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത്. ഇങ്ങനെയൊരു തീരുമാനത്തിൽ റഷ്യയെ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്കയാണെന്ന് തുറന്നു പറയാനും സെർജി റിയാബ്കോവ് തയ്യാറായിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഒരഷ്നിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കുമെന്നതാണ് ഇവരുടെ നയം. ഇതുപോലെ ശക്തമായൊരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ല എന്നതും നാം ഓർക്കണം. ഈ 32 രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ്. ഒറ്റക്കെട്ടായി നിന്നു പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പോലും സംശയമുണ്ട്. ഇതിലെ തന്നെ പല അംഗങ്ങളും തങ്ങൾ റഷ്യക്കെതിരെ ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്.